നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കൊട്ടിഘോഷിക്കപ്പെട്ടതാണ് നമ്മുടെ ശാസ്ത്രീയ വികസനം. പക്ഷേ അതിൻ്റെ പൊള്ളത്തരം പുറത്തു കാണിക്കുന്നതാണ് കഴിഞ്ഞ 5 ദിവസമായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തുടരുന്ന തീ. ഇന്നലെയാണ് ഒരു വിധത്തിൽ തീയൊന്ന് അണച്ചെടുത്തത്. ഇപ്പോഴും പുക അടങ്ങിയിട്ടില്ല. 110 ഏക്കർ സ്ഥലമാണിത്. ഇതിൽ 70 ഏക്കർ സ്ഥലത്തും 2005 മുതൽ കിടക്കുന്ന മാലിന്യം കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു മലയായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മാലിന്യം ഇത്ര കാലവും ഒരിക്കലും സംസ്കരിച്ചിരുന്നതില്ല. പുതിയ മാലിന്യങ്ങൾ മാത്രമാണ് സംസ്കരിച്ചിരുന്നത്. അത് തന്നെ അതിൽ പകുതിയും ഈ മലയിലേക്ക് ഇടയ്ക്ക് തള്ളുന്നതും ആ മല ഇടയ്ക്കിടയ്ക്ക് കത്തുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ ആ തീ നിയന്ത്രണ വിധേയം ആക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് വ്യാപിക്കുകയും കൊച്ചി നഗരമാകെ വിഷപ്പ് കൊണ്ട് മൂടുകയും ചെയ്തു. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വികസനം എത്രത്തോളം ശാസ്ത്രീയമാണ്? പാലക്കാട് നിന്നും കണ്ണദാസനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ കണ്ണദാസൻ, ഒരു മാലിന്യ പ്ലാന്റിൽ തീ പിടിച്ചിട്ട് 5-ാം ദിവസവും അതിലെ പുക പോലും അടങ്ങാൻ കഴിയുന്നില്ല. അത്രത്തോളം നമ്മൾ വലിയ ശാസ്ത്രീയ സംവിധാനം ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് അണയ്ക്കുന്നു, ഒട്ടേറെ ഫയർ എഞ്ചിനുകളെല്ലാം കൊണ്ടുവന്ന് അത് അണയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും കഴിയുന്നില്ല. നമ്മുടെ ശാസ്ത്രീയമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന വികസനത്തിൻ്റെ പൊള്ളത്തരത്തെയാണോ ഇത് പുറത്തു കാട്ടുന്നത്? ശ്രീ കണ്ണദാസൻ പറയാം. തൃപ്പൂണിത്തറ കത്തലക്ക് ചെറിയ മേഖലയിൽ ജോലി നോക്കിയ കാലഘട്ടത്തെ തികഞ്ഞ അനാസ്ഥയാണ് സാറേ. 8 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 48 മണിക്കൂർ വരെ ജോലി ചെയ്യുകയാണ് സാറേ. തികഞ്ഞ തൊഴിൽ വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും എല്ലാവരുടെയും അനാസ്ഥ മൂലമാണ് ഇത് സംഭവിക്കുന്നത് സാറേ. ഞാൻ 48 മണിക്കൂർ മേലെ ജോലി ചെയ്തിട്ട്. താങ്കൾ എവിടെയാണ്? ഈ മാലിന്യ പ്ലാന്റിലാണോ ജോലി ചെയ്തത്? ഇല്ല, മാലിന്യ പ്ലാന്റില്ല. തൃപ്പൂണിത്തറ കത്തലേക്ക് ചെറിയ ബാങ്കിലാണ് ജോലി നോക്കിയത്. ശരി. അവിടെ ഉണ്ടാവുമ്പോ അന്ന് മിൽമ പാലൊക്കെ ഒഴുക്കി കളഞ്ഞു. പാല് സംഭരിക്കുന്നില്ല പറഞ്ഞിട്ട് പാലൊക്കെ ഒഴുക്കി കളഞ്ഞു. ലോറി സമരം 48 മണിക്കൂർ ട്രാൻസ്പോർട്ട്. ഈ ശാസ്ത്രീയമായ ഒരു സംസ്കരണ സംവിധാനം ഇല്ലേ അല്ലേ? അല്ല, അതല്ല സാറേ, തികഞ്ഞ അനാസ്ഥയാണ്. ഈ മാലിന്യങ്ങളെ കമ്പോസ്റ്റാക്കി മാറ്റാമെന്ന എല്ലാ സംവിധാനവും ഉണ്ട്. മാലിന്യങ്ങളെ കമ്പോസ്റ്റാക്കിയ പക്ഷെ തികഞ്ഞ അനാസ്ഥ മൂലമാണ് എറണാകുളം നശിക്കാൻ കാരണം സാറേ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. കലാധരനാണ് കൊച്ചിയിൽ നിന്നും. ശ്രീ കലാധരൻ, താങ്കളടക്കം ഇപ്പോൾ വിഷപ്പുകയുടെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും അല്ലേ? എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, ഞാനൊക്കെ വളരെ അകലെയാണ് സാർ. ശരി. പക്ഷേ എന്റെ മരുമോളുടെ ഒരു കുട്ടി അവിടെ ജോലി ചെയ്യുന്നുണ്ട് കാക്കനാട്. ആ പാവം കൊച്ചിയിൽ നിന്ന് ജോലി ചെയ്യാൻ വയ്യാതെ ശ്വാസം മുട്ടി തിരിച്ചു വന്നേക്കാണ്. ഇന്ന് സത്യത്തിൽ ഇവിടെ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് വെറും എന്തെന്നാണ് പറയേണ്ടത്? വികസനമാണ് ഇവിടെ നടക്കുന്നത്, വികസനമല്ല നടക്കുന്നത്. ഞാനിത് പലവട്ടം പറയാറുള്ളതാണ്. സർക്കാരും നഗരസഭയൊക്കെ പറയുന്നത് ശാസ്ത്രീയമായ രീതിയിലേക്ക് ഇവർ മാലിന്യമൊക്കെ സംസ്കരിക്കുന്നത്. കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു. വണ്ടിക്ക് അങ്ങ് പോകാൻ പറ്റുന്നില്ല. ഫയർഫോഴ്സിന്റെ വണ്ടിക്ക് അങ്ങ് പോകാൻ പറ്റുന്നില്ല. ഇന്നലെ ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി അങ്ങോട്ട് പോയെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് വികസനം. അപ്പൊ ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുന്നത്? നോബഡിക്കാനാ. അതാണ് ഇന്നത്തെ അവസ്ഥ കേരളത്തിൽ. ഒരു വളരെ മോശമായ അവസ്ഥ. നമ്മുടെ ആത്മരോഷം നമുക്കും കൂടി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആലപ്പുഴയിൽ നിന്നും അജിയാണ്. ശ്രീ നജീമാണ്. ശ്രീ നജീം, താങ്കൾക്ക് പറയാം. നജീമിൻ്റെ ഫോണിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. KB നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ KB നായർ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ അവിടെ തീ പിടിച്ചിട്ട് അത് അണയ്ക്കാൻ ഇന്ന് 5-ാം ദിവസവും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ പുറമേക്ക് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായുള്ള മാലിന്യം അവിടെ മല പോലെയായി കിടക്കുകയാണ്. അതാണിപ്പോൾ കത്തി നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ശാസ്ത്രീയമായിട്ടൊക്കെ നമ്മൾ ഈ മാലിന്യമൊക്കെ സംസ്കരിക്കുന്നതെന്നൊക്കെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് അറിയാന്നുള്ളത് അതേ കാര്യം തന്നെയാണ്. 54 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 12 കോടി രൂപ അത് ആരൊക്കെയോ വിഴുങ്ങി തീർത്ത് കഴിഞ്ഞു. അപ്പോൾ അത് അടുത്ത ഗഡു കിട്ടാറായപ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി ഇത് ആസൂത്രിതമായി തീയിട്ട് മാൻമെയ്ഡ് തീപിടുത്തമാണത്. അതായത് മനുഷ്യ നിർമ്മിത തീപിടുത്തമാണ്. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു വർഷത്തിൽ സാധാരണ ഇതിൽ 2-3 തവണയൊക്കെ തീ പിടിക്കാറുണ്ട്. ഇപ്പോഴാണ് ഇത്ര വലിയ തോതിൽ പിടിച്ചതെന്നേ ഉള്ളൂ.
അല്ല ആണല്ലോ, കാരണം ഇത് എങ്ങനെയാ നശിപ്പിച്ച മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കത്തില്ലല്ലോ. അപ്പൊ കുറേശ്ശെ തീയിട്ട് കളയാന്നുള്ള പരിപാടിയാ. പക്ഷെ ഈ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് 12 കോടി രൂപ ചെലവാക്കി ഓൾറെഡി അനുവദിച്ച് കയ്യിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതിന് എന്തെങ്കിലും കാണിച്ചേ പറ്റൂ. നിസ്സാരമായി കാണിച്ച് പണ്ടെന്തോ ഉണ്ടായ പോലെ നിസ്സാര തീപിടുത്തത്തിൽ അവസാനിക്കില്ല കാര്യങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ലാർജ് സ്കെയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത് കൃത്യമായിട്ട് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ഇതിന്റെ സത്യം വെളിച്ചത്ത് വരും. വിഷപ്പുക ശ്വസിച്ച് അവർക്ക് അസുഖം ബാധിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ ഇത് അവരുടെ പണം തട്ടിയെടുക്കാനുള്ള മാർഗം കണ്ടാൽ മതി, അങ്ങനെയാണോ? അയ്യോ, സംശയമുണ്ട്. ഇവർക്ക് എന്ത് ധാർമ്മികത ഉള്ളത് ഇങ്ങനെ ചെയ്യുന്നവർക്ക്? ആലോചിച്ച് നോക്കിയാൽ മനുഷ്യന്റെ ജീവിതം മനുഷ്യൻ ശ്വസിക്കുന്ന ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടോ. സത്യം എനിക്ക് വലിയ വിഷമം തോന്നി. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ആ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം. കളക്ടർ പറയുന്നു ആരും പുറത്തിറങ്ങരുത്, സ്കൂളൊക്കെ അവധി കൊടുക്കുന്നു. ഇതൊക്കെ എന്തോന്നാ ഇവിടെ നടക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരല്ലേ ഇവിടെ ജീവിക്കുന്നത്. ഇതൊക്കെ എത്രമാത്രം ഡൈജസ്റ്റ് ആവുമെന്ന് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാവൂലേ? ശരി, എന്തായാലും താങ്കളുടെ വികാരം ഞങ്ങൾക്ക് കൂടി മനസ്സിലാവുന്നുണ്ട്. മറ്റൊരു പ്രേക്ഷകനാണ് സുബേർ ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുബേർ, താങ്കൾക്ക് പറയാം. ഹലോ സുബേർ, പറയൂ. നമസ്കാരം. അല്ല, ഇവര് പഠിക്കാനായിട്ട് ഇനി ഇംഗ്ലണ്ടിലേക്ക് പോകട്ടെ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയല്ലോ. ഇന്നലെ മന്ത്രി രാജീവും കളക്ടറും കൂടി എന്താ പറഞ്ഞത്? തീയൊക്കെ വിധേയത എന്ന് പറഞ്ഞ് ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇന്നും തീ കത്തിക്കൊണ്ടിരിക്കുന്നേ. ഇവരെന്താ ചെയ്യുന്ന ഇവിടെ? ഒരു പിടുത്തം കിട്ടുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളതില്. ശരി, മറ്റൊരു പ്രേക്ഷകരുണ്ട് ബ്രഹ്മപുരത്ത് നിന്നാണ്. ശ്രീ റജിയാണ്. ശ്രീ റജി, താങ്കൾക്ക് ഇതിന്റെ ഭീകരാവസ്ഥ സത്യാവസ്ഥ ഒക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണ് എന്ന് കരുതുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇവിടെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. പറഞ്ഞോ, താങ്കൾ പറഞ്ഞോ. വർഷങ്ങളോളായിട്ട് ഞങ്ങള് ഈ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഇവിടെ കരമാലിന്യവും മറ്റേ പ്ലാസ്റ്റിക് മാലിന്യവും വേർതിരിച്ച് അവിടെ സംസ്കരിക്കേണ്ടതാണ്. ഇതെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ കൂട്ടിയിട്ടിട്ട് പല പ്രാവശ്യങ്ങളായിട്ട് ഇവിടെ തീ കത്തിച്ചു കളയും. ഈ കോൺട്രാക്ടർമാര് ഇത് ഇപ്പൊ ടെൻഡർ വിളിച്ചിരിക്കുന്നത് തന്നെ ഒരു അഴിമതിയാണത്. അതൊക്കെ അന്വേഷിക്കണം. ഇത് കത്തിക്കുന്നത് തന്നെയാണ്, സംസ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണോ അവര് ഇങ്ങനെ കത്തിക്കുന്നു താങ്കൾ പറയുന്നത്? അല്ല, ഈ പ്ലാസ്റ്റിക് സംസ്കരിക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്യേണ്ടതാണ്. അത് കൊണ്ടുപോകണില്ല. അത് അവിടെ കൂട്ടിയിട്ടിട്ട് അവിടെ കുറെ ഹിന്ദിക്കാരെ പണിക്കാരായിട്ട് വെച്ചിട്ട് ഇവര് കുറച്ച് സംഭവം കയറിപ്പോകും, ബാലൻസ് എല്ലാം കൂടി കൂട്ടിയിട്ട് തീ കത്തിക്കുകയാണ്. 4 സൈഡിൽ നിന്നും തീ കൊടുത്ത് എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതായിട്ടുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വലുതുണ്ടായപ്പോഴാണ് ഇത് സംഭവം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് ഒരു ഭയങ്കരമായ രീതിയിലുള്ള അഴിമതിയാണ് ഈ നടക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടല്, കണ്ണെരിച്ചല്, ഇതെല്ലാം ഉണ്ട്. ഞങ്ങളുടെ ചെറിയ കുട്ടികളൊക്കെ ഹോസ്പിറ്റലൊക്കെ പോയി. അത് തന്നെയല്ല, ആകെ ഇപ്പൊ ഈ പറയുന്ന അവിടുത്തെ വാഹനങ്ങളില് ഈ സാധനം കൊണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം കാക്കനാട്, എറണാകുളം വഴി, ഇങ്ങനെ കാക്കനാട് വഴി ബ്രഹ്മപുരം വഴി വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്നെല്ലാം ചീഞ്ഞളിഞ്ഞ വെള്ളം റോഡ് വഴിയും 2 വീലർ യാത്രക്കാർ വഴിയും ഒക്കെ മേത്തേക്ക് വീണാണ് പോണത്. ശരിയുള്ള ഒരു രീതിയിലുള്ള ഒരു അവിടെ ആ വണ്ടികളിൽ വരുന്നത് തന്നെ ആ റോഡെല്ലാം മലിനമാക്കിക്കൊണ്ടാണ് വരുന്നത്. ഇത് നല്ലൊരു അഴിമതി അവിടെ നടക്കുന്നത്. ദേവരയിൽ നിന്നും രാജു ആണ്. ശ്രീ രാജു, താങ്കൾക്ക് പറയാം. സാറേ, ഇതിപ്പോ ഞാൻ പറയുന്ന കാരണമല്ല, വീടുകളിൽ നമ്മൾ കത്തിച്ചാൽ വിഷയമാണ്, പുറത്തിടാൻ പാടില്ല വേസ്റ്റ്. ഇതിപ്പോ ഒന്നിച്ചിട്ട് കത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കാണിക്കുന്നത്. ഇവര് ശരിക്കും കത്തിച്ചേക്കാണത്, മനഃപൂർവ്വം ചെയ്തേക്കുന്ന കാര്യമാണ്. എന്തോ അറിയാതെ തീ പിടിച്ചതല്ല, കത്തിച്ചാണെന്നാണ്. അല്ല, കാരണം വെച്ചാൽ ഇത് അങ്ങനെ എത്ര വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കുഞ്ഞു കൂടി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ കാണിക്കുന്നത്. ഇത് നമുക്ക് വീടുകളിൽ കത്തിക്കാൻ പാടില്ല, പണം വാങ്ങിക്കൊണ്ട് ആ ഏജൻസി ഒക്കെ എടുത്തിരിക്കുന്നു. അതെ സാറേ, ഇത് എന്തോരം പരിപാടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം പേപ്പറിൽ തന്നെ കാണിച്ചു. ഓരോ പരിപാടികളും പകുതിക്ക് നിർത്തി, പകുതി പൈസ കളഞ്ഞു, ഇവിടെ കളഞ്ഞു. ഈ മനോരമയിൽ കഴിഞ്ഞ ദിവസം പരിപാടി ഉണ്ട്, എന്തോ 28 മുതൽ ഇങ്ങനെ 3-4 ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓരോ പരിപാടിക്കും ഇവർ പൈസ വെറുതെ മുടക്കുകയാണ്, കോടികൾ മുടക്കുകയാണ്. ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യില്ല. നമ്മളുടെ സ്ഥലത്ത് നിന്ന് വേസ്റ്റ് കൊണ്ടുപോകുന്നു വരുന്നത്. ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ശിവജിയാണ്. ശിവജി, നമ്മളെല്ലാം പറയുന്നത് കേരളത്തിലെ ശിവജി അല്ല, കണ്ണൂരിൽ നിന്നും രാജേഷാണ്. ശ്രീ രാജേഷ്, നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ വികസന പദ്ധതികളെല്ലാം വളരെ ശാസ്ത്രീയമാണ് എന്നൊക്കെയാണ്. പക്ഷേ ഒട്ടും ശാസ്ത്രീയമല്ല എന്ന് തെളിവാണ് ഈ കഴിഞ്ഞ 5 ദിവസമായി ബ്രഹ്മപുരത്ത് ഈ തീപിടുത്തമുണ്ടായിട്ട് ഇന്ന് പോലും ആ തീ പൂർണ്ണമായി അണച്ചിട്ട് അവിടുത്തെ പുക വരുന്ന അന്തരീക്ഷം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 70 ഏക്കറോളം സ്ഥലത്ത് വർഷങ്ങളായുള്ള മാലിന്യം കൂമ്പാരമായി കിടന്ന് അതൊരു മലയായി മാറിയിരിക്കുകയാണ്. അതാണിപ്പോൾ ഇവ കത്തിക്കുകയോ അല്ലെങ്കിൽ കത്തുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
ശ്രീ രാജേഷ് പറയാം. രാജേഷ് പറയാം. പറയാം. ഹലോ രാജേഷ് പറഞ്ഞോളൂ. പറയാം. അല്ല, നമ്മുടെ ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രശ്നം മാത്രമല്ല ഉള്ളേ. നമ്മുടെ നിലവില് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഒരു കാട്ടു തീയെ, ഇപ്പൊ ഇത് മാലിന്യ പ്രശ്നം, ഇതൊന്നും അല്ല. ഇതിപ്പോ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ജനങ്ങളെ തമ്മിൽ കൂടി. ഇതിപ്പോ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. താങ്കൾ പറയുന്നത് ഇതൊരു ചെറിയ പ്രശ്നം മാത്രമാണെന്നാണോ? അല്ല, തീർച്ചയായിട്ടും. ശരി, താങ്കളെ ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായും കേൾക്കാൻ കഴിയാതെ വരുന്നത്. എന്തായാലും മറ്റു പ്രേക്ഷകരുണ്ട്. വയനാട് നിന്നും വിജയനാണ്. ശ്രീ വിജയൻ, ബ്രഹ്മപുരത്തെ ഈ തീ കഴിഞ്ഞ 4 ദിവസമായി കത്തുകയും ഇന്നിപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തീയുടെ വാർത്തയൊക്കെ താങ്കൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ നാട്ടിലെ ജനങ്ങളൊക്കെ ആ നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ വിഷമത്തിലാണ്. അവർ വിഷപ്പുകയേറ്റ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലുണ്ട്. അപ്പൊ അവൾക്ക് ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. മോള് വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞു. അപ്പം അങ്ങനത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ശ്വാസം മുട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതില് മീഡിയാസ് ഭയങ്കര ഇടപെടണം സാറേ, അതെനിക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും മീഡിയാസ് ഇടപെട്ടാലേ, കാരണം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചത്. സാധാരണ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഏറെ പ്രതികരിക്കാൻ കാണും. ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ ഇതുപോലെ അവർ വിഷപ്പൊക്കെ ഏറ്റ് അവരുടെ പലമാതിരി ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുകയാണ്. ഇപ്പോൾ താങ്കളടക്കം താങ്കളുടെ മക്കളടക്കം ഒരുപാട് പേർ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ളവരുടെ ചെറുപ്പക്കാരായ ആളുകൾ അവിടെ കൊച്ചിയിൽ വന്ന് തൊഴിലെടുക്കുന്നുണ്ട്. അവരൊക്കെ ഈ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. നമ്മുടെ വികസനത്തിൻ്റെ ശാസ്ത്രീയത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ബ്രഹ്മപുരത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ ഇനിയും ചർച്ച തുടരും. ഒരു ചെറിയ ഇടവേളയിലേക്ക്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ പിടിച്ചിട്ട് ഇന്ന് 5ാം ദിവസമാണ്. ഇപ്പോഴും അവിടുത്തെ പുക അടങ്ങിയിട്ടില്ല. അത്രത്തോളം മാലിന്യ കൂമ്പാരങ്ങളാണ് മല പോലെ അവിടെയുള്ളത്. അശാസ്ത്രീയമായ വികസനത്തിൻ്റെ സംസ്കരണ പദ്ധതിയുടെ തെളിവ് കൂടിയാണ് ഇത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. സോമനാണ് എഴുപുനയിൽ നിന്നും. ശ്രീ സോമൻ, കേരളം എപ്പോഴും പറയുന്നത് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ടൊക്കെ വികസനം നടപ്പാക്കുന്നവരാണ്, മാലിന്യ സംസ്കരണം നടപ്പാക്കുന്നവരാണ് എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ബ്രഹ്മപുരത്തെ തീപിടുത്തം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ. സാറേ, അതിപ്പോ നമ്മളിപ്പോ പൊതുവെ പറയുമ്പോ കാര്യം ശാസ്ത്രീയമായിട്ട് വെച്ചാൽ എന്ത് ചോദിച്ചാലും നമ്മൾ തന്നെ ഉണ്ടാക്കിയ മാലിന്യമല്ലേ ഇത്. 10 വർഷങ്ങളായിട്ട് മല പോലെ ആയില്ലേ. അവനൊന്ന് വിചാരിക്കണ്ടേ. ഇതിപ്പോ എന്റെ വേസ്റ്റ് മറ്റുള്ളവന്റെ മുമ്പിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ അവൻ തുറന്നുള്ള ശ്രീ സോമൻ, ഇത് അങ്ങനെയല്ലല്ലോ. ഇത് കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ഒക്കെ വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിൽ കൊണ്ടുവരികയും അവിടെ സംസ്കരിച്ച് ഇത് വേർതിരിച്ച് പുനരുപയോഗം ഒക്കെ നടത്തുന്നതൊക്കെയാണ് വെപ്പ്. പക്ഷെ അവിടെ അവിടെ മലപോലെ കൂട്ടിയിട്ടുണ്ട്. കോടികളും ഇപ്പൊ ഏത് സർക്കാർ മാറുവാണെന്ന് ഇതിനെ ഒന്നുകൂടി ഇത്ര ഏക്കർ കണക്കിന് മല പോലെ ആയില്ലേ. ഇത് നമുക്ക് അതിനകത്ത് പങ്കില്ലേ അവനവനും? ഇത് സാധാരണ ജനങ്ങളുടെ കുഴപ്പമാണ്. ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടത് സർക്കാരിന്റെയും നഗരസഭയുടെയും ഒക്കെ ഉത്തരവാദിത്തമല്ലേ? അത് ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും ഇത് പരമാവധി മാലിന്യം ഒന്നും കൊടുക്കാതിരിക്കാന്ന് ആളുകൾ സംസാരിക്കണത് ആരെങ്കിലും. ഇത് സർക്കാരിന്റെയും കോർപ്പറേഷന്റെ ഒറ്റ ബാധ്യത കണ്ടാൽ എന്താ ചെയ്യണത്? നഗരത്തിലൊക്കെ എത്രക്കാലും മാലിന്യം പൂർണ്ണമായും കുറയ്ക്കാൻ കഴിയുമോ? ഫ്ളാറ്റിലൊക്കെ കഴിയുന്ന മനുഷ്യർക്ക് അവരുടെ മാലിന്യം അത് ഞാനിപ്പോ ഈ മാറ്റം വന്നപ്പോ നമ്മൾ ഞാനിപ്പോ എഴുപതിനെ ഞങ്ങൾക്ക് പോലെ ഇതിന്റെ പോരി അത്രക്ക് എഴുപതിനെ വരെ എത്തിയോ പോകാം? അത്രക്ക് അതിന്റെ ഇപ്പൊ നോക്കുമ്പോ പേടിയായിരിക്കണം. കാരണം എന്തോ അവിടെ മൊത്തം പാന്റ് മൊത്തം കപ്പനുള്ള രീതിയാണ് മൊത്തം പോകാനിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അവിടെ വീട്ടിൽ തന്നെ മാലിന്യം സംസ്കരിക്കുകയാണോ? ഞങ്ങളൊന്നും സാധനം കൊടുക്കും. കാരണം ഇവിടെ പ്ലാസ്റ്റിക് മാത്രം മാറ്റി വെച്ച് കഴുകി പഞ്ചായത്ത് ഗ്രീൻ ടീം വന്നുമ്പോ കൊടുക്കണേ. ഞങ്ങൾ ഒരു സാധനം പുറത്ത് പഞ്ചായത്ത് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയല്ല. ഒരു വേസ്റ്റും അന്നന്റെ പറമ്പായിട്ട് താങ്കൾ ചെയ്യുന്നത് വളരെ മഹനീയമായ ഒരു മാതൃകയാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട് ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, കഴിഞ്ഞ 5 ദിവസം കഴിഞ്ഞിട്ടും ആ തീ പോലും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരവസ്ഥ. 5 ദിവസമായി കൊച്ചി നിവാസികളാകെ ഈ വിഷപ്പുക വലിച്ചു കയറ്റേണ്ട ഗതികേടിൽ നിൽക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ശരി, രാധാകൃഷ്ണന്റെ ഫോണിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്തുനിന്നും ബാബുവാണ്. ശ്രീ ബാബു, താങ്കൾക്ക് പറയാം. സാറേ, ഇതിപ്പോ ഒറ്റ ദിവസം കൊണ്ടൊന്നും വന്നതൊന്നുമല്ല. കാരണം വെച്ചാൽ ഇതിപ്പം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും 2005 മുതലുള്ള കച്ചറ, അല്ലാതെ പിണറായി വിജയൻ ഇന്നലെ രാവിലെ അവിടെ കൊണ്ട് ഇട്ടതല്ല.
അതിങ്ങനെ അവിടെ കൂടി കിടക്കുകയാണ്. അത് കിടക്കുന്നത് ആണ് ആരോ മനഃപൂർവ്വം തീയിട്ടതാണ്. അല്ലാതെ ഏത് കാലത്തുള്ള കച്ചറയായാലും ആ കച്ചറ ഈ കഴിഞ്ഞ കുറെ കാലമായി അവിടെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒരു ഏജൻസിക്ക് കോടികളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ മാലിന്യ സംസ്കരണം നടത്തുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം പണ്ടുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, എന്തിനാ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കൊച്ചിയിലോട്ട് കെട്ടിക്കേറി കിടക്കുന്നത്? എന്ത് പണിയാ? നാട്ടിലൊക്കെ വീട് പണിഞ്ഞിട്ട് ആൾക്കാർ താമസിക്കാൻ അല്ലാതെ വെറുതെ കാലിയായിട്ട് കിടക്കുന്നു. എന്തെടുക്കും അവിടെ കൊച്ചിയിൽ? എല്ലാം കൂടെ അടുപ്പുകളിൽ കൂട്ടിയ പോലെ എല്ലാം കൂടെ മനുഷ്യൻ അവരുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും തൊഴിൽ കിട്ടാൻ വേണ്ടിയൊക്കെ ഗ്രാമീണ മേഖലയിൽ നിന്നാൽ തൊഴിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ കൊച്ചിയിൽ പോകുന്നത്. ആരും മനസ്സോടുകൂടി സ്വന്തം വീടും നാടും വിറ്റൊന്നും പോകുന്നതല്ലോ. എന്തായാലും ശരി, താങ്കളുടെ അഭിപ്രായം മാനിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, രാജു ആണ് ചേർത്തലയിൽ നിന്നും. ശ്രീ രാജു, ചേർത്തല വരെയൊക്കെ ഇതിന്റെ വിഷപ്പുകയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും എത്തിയിട്ടുണ്ടോ? ഇല്ല, ചേർത്തലേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ കാരണങ്ങളെന്ന് പറയുന്നത് നമ്മളിത് ഇപ്പൊ തുടങ്ങിയതല്ല, ഇത് ഈ വർഷങ്ങളായിട്ട് ഇങ്ങനെ ബ്രഹ്മപുരം ഓരോ 2005 മുതൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം അവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഒരു ഏജൻസിക്ക് ബ്രഹ്മപുരം ആ പ്ലാന്റ് കൊടുത്തിരിക്കുകയും അപ്പൊ ഈ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷ ഭരണപക്ഷ കൗൺസിലർമാരെ ആരെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോന്ന് കൂടി നോക്കണം. കാരണം ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഈ ഏജൻസി ഇതിന്റെ കൊട്ടേഷൻ നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ ഒരു കത്ത് കൊടുത്തെന്നും അതിനുശേഷമാണ് ഈ തീപിടുത്തം അവിടെ കാണപ്പെട്ടതും ഒരു റിപ്പോർട്ട് മാധ്യമങ്ങളിൽ നിന്ന് വന്നായിരുന്നു. അപ്പൊ അതങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റും. കാരണം കൊച്ചി എന്ന് പറഞ്ഞ മെട്രോ സിറ്റിയാണ്. അവിടെ ഇതിനൊരു കാരണം നമ്മുടെ ജനങ്ങളുമുണ്ട്. കാരണം അവര് ജൈവമാലിന്യവും അജൈവമാലിന്യം തിരിച്ച് ഒന്നും കൊടുക്കുന്നില്ല. അവർ അങ്ങോട്ട് പുറത്തേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ട് ചില്ലറയും കൊടുത്ത് വിടുകയാണ്. അതിന്റെ ഒരു ദോഷം കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഉപരി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഇത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് ഇവിടുത്തെ ജനങ്ങളെ കാണിച്ചു കൊടുക്കണം, ബോധ്യപ്പെടുത്തിക്കണം. ഇതിന്റെ ആളാണ് ഇതിന്റെ പിന്നിൽ. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരെ പുറത്ത് കാണിച്ചു കൊടുക്കണം. ശരി, ആരായാലും ഈ കുറ്റക്കാരെ പുറത്ത് കൊണ്ടുവരേണ്ടതാണ്. അത്രത്തോളം വിഷപ്പുകയാണ് കൊച്ചിയിലെ നിവാസികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്വസിക്കേണ്ടി വന്നത്. ഏതെല്ലാം തരത്തിൽ രോഗങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ ആസ്മ അടക്കമുള്ള രോഗങ്ങളുള്ളവർ ഈ ദിവസങ്ങളിലെല്ലാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി കാണും. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവർക്കാണ് ഈ വിഷപ്പുക ശ്വസിക്കേണ്ടി വരുന്നത്. മറ്റു പ്രേക്ഷകരുണ്ട്, പാശ്ചാലത്തു നിന്നും ഭുവന ചന്ദ്രനാണ്. ശ്രീ ഭുവനേന്ദ്രൻ, താങ്കൾക്ക് പറയാം. അതെ, ഇപ്പൊ നമ്മളിത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ഈ വിഷയം. ഇത് പല ആവർത്തിയായി ഇപ്പൊ ഇങ്ങനെയും അതെ, വർഷത്തിൽ 2-3 തവണ ഇങ്ങനെ കത്തും. ഇപ്പോഴാണ് ഇങ്ങനെ വലിയ തീപിടുത്തം ഉണ്ടായെന്നാണ് പറയുന്നത്. കത്തുന്നതാണ് ഇടക്കിടക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിലെ ഏതോ തൽപര കക്ഷികൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരല്ല. നേരത്തെ ഒരു സംവിധാനമൊക്കെ പറഞ്ഞിരുന്നതാണ്. അവിടെ കൃത്യമായും CCTV ക്യാമറകൾ സ്ഥാപിക്കണം, കൃത്യമായി മോണിറ്ററിംഗ് നടത്തണം. ഈ മാലിന്യം പൂർണ്ണമായി സംസ്കരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തോന്നുന്നത് അവരൊരു കണക്ക് കൊടുക്കും, ഞങ്ങൾ ഇത്ര മാലിന്യം സംസ്കരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കും. നമ്മളെ പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നല്ലേ, രാഷ്ട്രീയ ലോബിയുടെ കളിയും കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് തോന്നുന്നത്. രാഷ്ട്രീയ ലോബിയുടെയും കൂടി ശക്തമായ പിന്തുണയോടെയാണ് അവിടുത്തെ ഈ പ്ലാന്റ് നടത്തിപ്പുകാരും മറ്റുള്ളവരും കൂടി ഏജൻസികളും കൂടി എന്തോ താല്പര്യം പുറകിലുണ്ട്. ഒന്നിലേതെങ്കിലും മരുന്ന് കമ്പനിക്കുള്ള താല്പര്യമായിരിക്കും ചിലപ്പോ. ശരി, അങ്ങനെ ഏതെങ്കിലും കക്ഷികളിന്റെ പുറകിൽ കളിക്കുന്നുണ്ടോ? ഇടക്കിടക്ക് ഇത് ആവർത്തിക്കണം. ശരി, പ്രാവശ്യം വളരെ രൂക്ഷമായ രീതിയിലാണ് ഇത് സംഭവിച്ചേക്കണത്. അതെ അതെ, മറ്റു പ്രേക്ഷകരുടെ കൈതപ്പുറത്തൊന്നും ശ്രീ ബാബു ആണ്. ശ്രീ ബാബു, പറയാം. ഇത് ആറ്റം ബോംബിന് തുല്യാന്നല്ലോ സാറേ. പറഞ്ഞോളൂ. ആറ്റം ബോംബിന് തുല്യാണല്ലോ. അതെ, ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അവരുടെ എല്ലാം വീടിനുള്ളിലടക്കം പുക, വീടിനകത്ത് തന്നെ ഇരുന്നാലും പുക വീടിനുള്ളിലേക്ക് കടക്കരുതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു മോന്, ഒരു മരുമോള് കാക്കനാടുണ്ട്. അവര് ഇങ്ങനെ നിങ്ങളിനി പോരെ എന്നവരെ പറഞ്ഞിരിക്കുക. അവരുടെ ജീവിതമൊക്കെ അവിടെ, ജോലിയൊക്കെ അവിടെ ആയിരിക്കില്ലേ? അവരുടെ ടാക്സി ഓടുന്നത്. അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി അവർ അവിടെ നിൽക്കുന്നതല്ലേ. ആരും മനസ്സോടുകൂടിയല്ല നാട് വിട്ടു പോകുന്നത്. ആറ്റം ബോംബിന് തുല്യമായി ഈ മര പോലെ കിടക്കുന്നുണ്ടല്ലേ. ശരി, എന്തായാലും താങ്കളുടെ വികാരം ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നുണ്ട്. നേരത്തെ ചാത്തന്നൂരിൽ നിന്നുള്ള രാധാകൃഷ്ണന്റെ ടെലിഫോൺ കോൾ കട്ടായിരുന്നു. രാധാകൃഷ്ണൻ തന്നെയാണ് വീണ്ടും ഉള്ളത്. ശ്രീ രാധാകൃഷ്ണൻ, പറയാം. 14 ജില്ലയിലും തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയില്, കൊല്ലത്ത് കുരിപ്പുഴയില്, കൊച്ചിയിലെ ബ്രഹ്മപുരത്ത്, ഇതുപോലെ ഓരോ ജില്ലയിലും നിങ്ങൾ നേരത്തെ പറഞ്ഞു 20 ഏക്കറോളം പ്രദേശത്ത് ഈ കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം പ്രദേശവും ഭൂപ്രദേശവും
ഇപ്പോൾ മാലിന്യത്തിന് വേണ്ടി നേരത്തെ ഉണ്ടല്ലോ 15 കൊല്ലം കൊണ്ടാണ് നമുക്ക് ഇത്രയും സംഭവിച്ചത്. ഈ അടുത്തൊരു 15 കൊല്ലത്തിന് ശേഷം കേരളം മുഴുവൻ ഇതുപോലെ മാലിന്യ കൂനിയായിട്ട് മാറും. ജനങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കണം, മാലിന്യം ക്രിമിനൽ കുറ്റമായി മാറ്റണം. ഇപ്പൊ രാവിലെ ജനങ്ങൾക്ക് ഒരു മോർണിംഗ് വാക്ക് ഉണ്ട്, രാവിലെ എക്സർസൈസിനാണ് പറയുന്നത്. പക്ഷെ കവറുകൾ വീട്ടിലെ മാലിന്യം കവറിൽ കൊണ്ട് റോഡിൽ വെളുപ്പിന് കൊണ്ട് നടന്നു പോകുമ്പോൾ മോർണിംഗ് വാക്കാണെന്നുള്ള വ്യാഖ്യാനം റോഡിൽ ഉപേക്ഷിക്കാനാണ് ഒരു പകുതിയോളം ആൾക്കാർ ഇപ്പൊ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ് റോഡിൽ ഉപയോഗിക്കുക. കാറുകളിൽ മാലിന്യം രാവിലെ കൊണ്ട് ടിക്കറ്റുകളിൽ വലിച്ചെറിയാണ്. പിണറായി ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയും ഒഴുകി തിന്നാനൊക്കത്തില്ല. ജനങ്ങൾ ബോധവാന്മാരാകണം. പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മാലിന്യത്തിന്റെ വിഷയത്തിൽ ജനങ്ങൾ കൂടി ഏറെ ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മളുടെ വീട്ടിലെ മാലിന്യം കൊണ്ടുവന്ന് റോഡ് സൈഡിൽ തള്ളുന്ന നിരവധി മലയാളികളുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മഹാനാണക്കേട് കൂടിയാണ് അങ്ങനെയൊക്കെ ഇപ്പോഴും മലയാളികൾ ചെയ്യുന്നു എന്ന് പറയുന്നതും. മറ്റൊരു പ്രേക്ഷകരുണ്ട്, കോഴഞ്ചേരിയിൽ നിന്നും മധുവാണ്. ശ്രീ മധു പറയാം. ശ്രീ മധു പറഞ്ഞോളൂ. മധുവിൻ്റെ ടെലിഫോൺ കോളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ച എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് ഇത്തരം മാലിന്യ പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ബോധപൂർവമായ തീ കത്തിക്കുന്നതാണ് എന്നടക്കമുള്ള ആരോപണങ്ങളടക്കം ഈ അവിടെ നിന്നുള്ള ബ്രഹ്മപുരത്തു നിന്നുള്ള ആളുകളടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ പല തവണയായി ഇങ്ങനെ അവിടെയൊക്കെ തീ കത്തുന്നുണ്ട്. എന്തായാലും ശാസ്ത്രീയമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ബ്രഹ്മപുരത്തില്ല എന്നുള്ളത് സാധാരണ ജനത്തിനടക്കം ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും വളരെ ശാസ്ത്രീയമായ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണമെന്നും കുറ്റക്കാരായാലും അവരെ കണ്ടെത്തണമെന്നുമാണ് പ്രേക്ഷകർ പ്രധാനമായും അഭിപ്രായപ്പെട്ടത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി.